നമുക്കിന്നൊരു റാഗി ദോശ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് റാഗി, 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇത് ഇത്രയും കൂടെ നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കുക. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് അരയ്ക്കുക. ദോശയ്ക്ക് അരയ്ക്കും പോലെ അരച്ചെടുക്കുക. അത്ര ഒരുപാട് വെള്ളം ഒഴിച്ചരയ്ക്കേണ്ട, അത്യാവശ്യം കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് 1 കപ്പ് സാദാ നമ്മുടെ പച്ചരിച്ചോറ്, അതും നന്നായിട്ട് അരച്ചിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി വെക്കുക. ഒരു 8 മണിക്കൂർ പുളിക്കാനായിട്ട് അനുവദിക്കുക കേട്ടോ. അത് കഴിയുമ്പം തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടീഷനിലിരിക്കും. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ക്രിസ്പിയുമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും പറയില്ല ഇത് ഇനി കഴിക്കില്ല എന്ന് നമ്മൾ പറയില്ല. സാധാരണ റാഗി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. അവരെ തല്ലിക്കുട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ നമ്മളാക്കിയിട്ട് ദോശയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും മസാല ദോശയാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കാം. ഞാനിതിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഉള്ളൊരു കണക്കിനാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച്, പിന്നെ ആ ചോറ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അത്ര ഒരു സുഖം ഇല്ല. അതുകൊണ്ടാണ് ചോറ് ചേർക്കേണ്ടി വന്നത് കേട്ടോ. ഇതും തേങ്ങാ ചമ്മന്തിയുമായിട്ട് കഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ്.